നമസ്കാരം, സുമർസാറാണ്. നമ്മളിന്ന് CBSE 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലെ നല്ലൊരു വേർഡ് പ്രോബ്ലം ആണ് നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റൻസുകളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോണം. ബോർഡ് എക്സാമിന് വരുന്നത് നിങ്ങൾ എന്തായാലും സെലക്ട് ചെയ്ത് വേണം പഠിക്കാൻ. നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിന്റെ സെലക്ഷൻ ഉണ്ട്. ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങൾ പഠിക്കണം, ഇങ്ങനെയുള്ള കുറെ സെലക്ഷൻ നടത്തിയാൽ നമുക്ക് ഈ എക്സാം ഇത്ര ഈസി ആവും. ഓക്കെ, നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ക്ലാസ് ഒക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള എല്ലാ ക്ലാസ്സുകളും കിട്ടും. നിങ്ങൾക്ക് വേണ്ട റിവിഷൻ കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ MCQ ഷോർട്ട് ട്രിക്സും കിട്ടും. ഓക്കെ, ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. സം ഓഫ് ദ ഏരിയാസ് ഓഫ് 2 സ്ക്വയേഴ്സ് ഈസ് 544 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, രണ്ട് സ്ക്വയറുകളുടെ ഏരിയാസുകളുടെ സമ 544 ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെരിമീറ്റേഴ്സ് ഈസ് 32. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ്സുകളെ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയേഴ്സ്. ഇവിടെ രണ്ട് സ്ക്വയറുകളുള്ളവന് ഒരെണ്ണം ചെറുതും ഒരെണ്ണം എന്താണ് വലുതും. ഓക്കെ, ഈ രണ്ട് സ്ക്വയറുകളെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഈ രണ്ട് സ്ക്വയറുകളുടെ ഏരിയാസുകളുടെ സമ 544. ഓക്കെ, നെക്സ്റ്റ് പെരിമീറ്റേഴ്സിന്റെ വ്യത്യാസം 32. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. അപ്പൊ നമുക്ക് തുടങ്ങേണ്ടത് ചെറിയ സ്ക്വയറിൽ നിന്നും പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചെറിയ സ്ക്വയറിന്റെ വൺ സൈഡിനെ നമ്മൾ ആരെന്നെടുക്കുന്നു? എക്സ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോണേ. ചെറിയ സ്ക്വയറിന്റെ വൺ സൈഡ് എക്സ് ആണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ എത്ര ആയിരിക്കും? അല്ലെ, ഇതിന്റെ പെരിമീറ്റർ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്മോളർ സ്ക്വയർ? വൺ സൈഡ് എക്സ് ആണെങ്കിൽ 4x ആയിരിക്കും. ശരിയാണോ അല്ലയോ? 4x ആയിരിക്കുമല്ലോ. 4x. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ സ്ക്വയറിന്റെ പെരിമീറ്റർ കിട്ടി. അപ്പൊ വൺ സൈഡ് എക്സ്, പെരിമീറ്റർ 4x. അങ്ങനെയാണ് നെക്സ്റ്റ് ഈ ഡേറ്റയാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അടുത്തത് നോക്കിക്കേ. ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെരിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെരിമീറ്ററും ഇതിന്റെ പെരിമീറ്ററും നമ്മളുടെ വ്യത്യാസം 32 എന്ന് പറഞ്ഞാൽ എന്തായാലും ഇയാൾക്ക് കൂടുതലാണെന്നറിയാം. ഇത് വലിയ സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ വ്യത്യാസം 32 എന്ന് പറഞ്ഞാൽ ഇയാളെക്കാളും 32 കൂടുതലാണ് നേരത്തെ അല്ലെ? വ്യത്യാസം നമുക്ക് പറയത്തില്ലേ, രണ്ടുപേരുടെ സാലറി 500 രൂപയുടെ വ്യത്യാസം എന്ന് പറയുന്നത് മീനെ രണ്ടുപേരുടെ സാലറി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഇപ്പോൾ 5000 ആണെങ്കിൽ മറ്റവൻ 5500 ആയിരിക്കും. അതാണ് വ്യത്യാസം. അപ്പൊ 500 അല്ലേ? രണ്ടുപേരുടെ സാലറി വ്യത്യാസം 500 പറഞ്ഞാൽ ഒരാളുടെ, ഞാൻ വേറെ എക്സാമ്പിൾ പറയാം, 3000 ആണെങ്കിൽ മറ്റവന് 3500. അപ്പൊ 3500 3000 തമ്മിലുള്ള വ്യത്യാസം എത്ര? 500. അതേപോലെ ഇവിടെയും പെരിമീറ്റേഴ്സിന്റെ വ്യത്യാസം 32 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പെരിമീറ്ററിനെക്കാളും 32 കൂടുതലായിരിക്കും രണ്ടാമത്തെ, കാരണം രണ്ടാമത്തെ സ്ക്വയർ വലുതായുണ്ട്. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4x plus 32. ശരിയല്ലേ മോനെ? ഇത് 4x. അങ്ങനെയാണെങ്കിൽ 32 വ്യത്യാസം ഉണ്ടെന്ന് പറയാം, 32 കൂടുതലാണെന്ന് അർത്ഥം. അപ്പൊ നമുക്ക് പെരിമീറ്റർ ഓഫ് ദ ആരെ കിട്ടി മോനെ? സെക്കൻഡ് സ്ക്വയർ കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ വൺ സൈഡ് അപ്പൊ എത്ര ആയിരിക്കും? ഇതിന്റെ വൺ സൈഡ് എന്ന് പറഞ്ഞാൽ 4x plus 32 ഡിവൈഡഡ് ബൈ എത്ര മോനെ? 4. എല്ലാവർക്കും അറിയാം പെരിമീറ്റർ എന്നിട്ട് വൺ സൈഡിനെ കണ്ടുപിടിക്കാൻ പെരിമീറ്റർ ബൈ 4. ഓക്കെ, 4 കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യില്ല കേട്ടോ, ഇങ്ങനെയും കട്ട് ചെയ്യില്ല, തെറ്റാണ്. 4നെ കോം എടുക്കുമ്പോൾ x plus 8 ഡിവൈഡ് ബൈ 4. ഓക്കെ, 4x plus 32 4നെ കോം എടുത്താൽ x plus 8. ഇപ്പൊ 4നെ ക്യാൻസൽ ആയപ്പോൾ x plus 8. അപ്പൊ നമുക്ക് സെക്കൻഡ് സ്ക്വയറിന്റെ വൺ സൈഡ് കിട്ടിയ മോനെ x plus 8. ഓക്കെ, ഇത് ഇത്തിരി പണിയാണ്. ഇങ്ങനത്തെ ഒരു തുടക്കം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരാൻ ഓക്കെയാണ്, ബുദ്ധിമുട്ടാണ് അല്ലേ? ഇനിയാണ് നമുക്ക് നോക്കിക്കാൻ മോനെ സം ഓഫ് ഏരിയാസ് 544 എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിന്റെയും ഏരിയാസുകളുടെ സം. അപ്പൊ നമുക്കറിയാം സം ഓഫ് ദ ഏരിയാസ് ഈസ് ഈക്വൽ ടു എത്ര മോനെ? 544. ദാറ്റ് ഈസ് എങ്ങനെ മോനെ? സ്ക്വയറിന്റെ ഏരിയ, സൈഡിന്റെ സ്ക്വയർ. അപ്പൊ അല്ലേ, അപ്പൊ ഇത് എക്സിന്റെ സ്ക്വയർ, അടുത്ത എത്ര? x plus 8ന്റെ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ എത്ര മോനെ? 544. ഇനി ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പലർക്കും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി ചെയ്യാൻ പറ്റും. ഞാൻ ബാക്കിയൊന്ന് കുറച്ച് ചെയ്ത് കാണിക്കാം. ദാറ്റ് ഈസ് x square plus x plus 8 the whole square is x square plus 16x plus 64 minus 544 is equal to 0. അയാളും കൂടി ഇപ്പുറത്തുണ്ടെന്നേ. x plus 8 the whole square is a plus b the whole square, a square plus 2ab plus b square. That is x square plus x square എത്ര? 2x square plus 16x 544 64 minus 544 എന്ന് പറയുമ്പോൾ ആൻസർ നോക്കിക്കേ. 544 64 മൈനസ് ചെയ്യുമ്പോൾ 0 8 4. ആൻസർ ഈസ് മൈനസ് 480. വേണം നമുക്ക് ഇതെല്ലാം 2 കൊണ്ട് കട്ട് ചെയ്താൽ ഡിവൈഡിങ് ബൈ 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ 2 16 480. ദാറ്റ് ഈസ് x സ്ക്വയർ പ്ലസ് 8x മൈനസ് 240 ഈക്വൽ 0.
ഓക്കെ അല്ലല്ലേ? അപ്പോൾ നമ്മുടെ പരിപാടികൾ ഏകദേശം ഒക്കെ ഒത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനെ ധൈര്യമായിട്ട് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2a അല്ലെങ്കിൽ സം 8 പ്രോഡക്റ്റ് -240. അത് ഇത്തിരി പാടാണ് കേട്ടോ. അപ്പൊ അത് വേണ്ട. നിങ്ങൾ ഏറ്റവും നല്ലത് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2a ചെയ്യുമ്പോൾ x ഈക്വൽ ടു -8 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4 into 1 into -240. ഇവിടെ പ്ലസ് വരും, 0 വരും, 16 വരും, 9 വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കിട്ടി. ബൈ ആരുണ്ട്? 2 ഉണ്ട്. ദാറ്റ് ഈസ് -8 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 പ്ലസ് 0 4, 6 പ്ലസ് 6 12, റിമൈൻഡർ 1 1024. ഓക്കെ, ബൈ 2. 1024 റൂട്ട് 32 ആണ്. ബാക്കി നിങ്ങൾക്ക് ചെയ്യാമല്ലോ. നിങ്ങൾക്ക് 2 വാല്യൂസ് കിട്ടും, ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും. പോസിറ്റീവിനെ മാത്രം എടുക്കുക, നെഗറ്റീവിനെ കളയുക. അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടും. എക്സിന്റെ വാല്യൂ കിട്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്ക്വയറിന്റെ 1 സൈഡ് കിട്ടി എന്നർത്ഥം. ഇവിടുന്ന് എക്സിന്റെ വാല്യൂ ഫസ്റ്റ് സ്ക്വയറിന്റെ 1 സൈഡ് ആണ്. ഒരു 8 കൂടെ അതിനോട് കൂടുമ്പോൾ സെക്കൻഡ് സ്ക്വയറിന്റെ 1 സൈഡുമായി പ്രോബ്ലം കംപ്ലീറ്റ് ആയി, സന്തോഷമായി അല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും തെറ്റാതെ വന്നെങ്കിൽ ഇത്രേ ഉള്ളൂ എന്നുള്ളത് പറ്റുള്ളൂ. ഇത് നിങ്ങൾ കണ്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല, ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ചെയ്യാതൊന്നും പറ്റില്ല. അപ്പോൾ മാക്സിമം ഇതെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലോടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഇത് വരും. പിന്നെ കൂടുതൽ കാര്യങ്ങളും ഫുൾ ക്ലാസ്സുകളും എല്ലാം കിട്ടാൻ ജോയിൻ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.